മിണ്ടി മിണ്ടി മിണ്ടാതെയായി എന്നുള്ളൊരു വീഡിയോ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു. കാരണം ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെയൊരു ഉണ്ടാവും. ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്. നമുക്ക് ആ ഫ്രണ്ടിനോട് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. നമ്മളെല്ലാം മേജറും മൈനർ ഡിസിഷനും എല്ലാം ആ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. വീക്കെൻഡ്സിലൊക്കെ കോഫി കുടിക്കാനാണെങ്കിലും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിന് തന്നെ കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേ വലിയ ചിലപ്പം പ്രോബ്ലമൊന്നും ഇല്ലാതെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാരണമായിരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാകുന്നത്. വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു 3 ലെറ്റർ വേർഡ്സ് ഈഗോ കയറിയിരുന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചിലപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ വലിയ വിശേഷങ്ങളൊക്കെ അറിയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയോ ഫോട്ടോസ് വഴിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇതുപോലെ നമ്മളടുത്ത് മിണ്ടിയും മിണ്ടാതായ ഫ്രണ്ടിനോട് പറയാനുള്ളത്, ഇനി മിണ്ടാതിരിക്കാനാണ് നല്ലത്. കാരണം ഡു യു ഓൾ തിങ്ക് ഇനി മിണ്ടിയാലും ആ പഴയ ഫ്രഷ്നെസ്, ആ പഴയ ക്യൂട്ട്നെസ്, ആ പഴയ ത്രില്ല് ഇനി ആ ഫ്രണ്ട്ഷിപ്പിലുണ്ടാകുമോ? ഒരിക്കലും അല്ല. അത് മാത്രമല്ല, നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നമ്മൾ പൊട്ടി കരഞ്ഞ ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസം നമ്മളെ ചുറ്റും ആരും കാണത്തില്ല നമ്മളെ സമാധാനിക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ തന്നെ നമ്മളെ കൈ കൊണ്ട് സ്വന്തം നീരൊക്കെ തുടച്ച് സ്വന്തം ഷോൾഡറിലേക്ക് കൈയും വെച്ച് കൂൾ ഡൗൺ മതി കറഞ്ഞത് എന്ന് പറയണ ദിവസം നമ്മൾ മിക്കുള്ളവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലോകത്ത് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ തന്നെയാണ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. പിന്നെ വീണ്ടും പറയാം, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.